ആദ്യം ഞാൻ ശ്രീ എൻ വി ബാലകൃഷ്ണനിലേക്ക് പോകുന്നു. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഇ ഡി ഓരോ ഘട്ടങ്ങളിൽ മുറുക്കും പിന്നീട് അയക്കും. ഇതാണ് നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മുറുക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇ ഡിയുടെ അന്വേഷണത്തെ, അതിന്റെ അടുത്ത ഘട്ടത്തെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇ ഡി മുറുക്കും അയയും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ കൂടുതൽ മുറുക്കും എന്നൊക്കെ ഇ ഡി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമ്മൾ കണ്ടു തന്നെ അറിയണം. പക്ഷേ എനിക്ക് അറിയാവുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കോഴിക്കോട് ജില്ലയിൽ, കോഴിക്കോട് ആസ്ഥാനത്ത് കേന്ദ്രത്തിൽ വലിയ തോതിലുള്ള ചർച്ചയും അതിൻ്റെ ഭാഗമായി ഇടപെടലും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് രക്ഷകന്മാർ അവതരിക്കുന്നുണ്ട്. പിന്നെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡീലുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. BJPയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും അതിനകത്ത് എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല കമ്പനികളുടെ. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കോഴിക്കോടുള്ള CPIM എന്ന് പറഞ്ഞാൽ പഴയ പത്മനാഭേട്ടൻ്റെയും കേളുവേട്ടൻ്റെയും കാലത്തെ CPM ഒന്നും അല്ല. ഇന്ന് ആ CPMനകത്തുള്ള ആളുകൾ, അതിൻ്റെ നേതാക്കന്മാരെന്നൊക്കെ പറയുന്നത് വലിയ തോതിലുള്ള ഇതുപോലുള്ള കമ്പനികളും നടത്തിപ്പും അതിൻ്റെ ഭാഗമായിട്ടുള്ള പണമിടപാടുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്നലെ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുള്ള ഒരു CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറയുന്നത് വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ആളുകളാണ്, വലിയ തോതിലുള്ള കമ്പനി. അത് മാത്രമല്ല, നിങ്ങൾ കോഴിക്കോട് നോക്കിയാൽ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് ഇവരുമായി ബന്ധപ്പെട്ട്, ഞാനിപ്പോൾ ഒരു ചെറിയൊരു ആ കാര്യങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്ന തന്നെ ഒരുപാട് കമ്പനികളുടെ പേര് എനിക്ക് ലഭിക്കുന്നുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞല്ലോ. ലേക്കർ ഇന്ത്യ എന്ന് പറയുന്നത് ഇടക്കാലത്ത് ആരും കണ്ട കമ്പനിയല്ല. ഏറ്റവും അവസാനം ഒരു വെള്ളക്കടലാസ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു കമ്പനി ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ ഒരുപാട് കമ്പനികളുണ്ട്. ഞാൻ അതെങ്ങനെയാണ് അങ്ങ് കാണുന്നത്? കാരണം അത് നാമനിർദ്ദേശ പത്രികയിൽ ഇങ്ങനെ ഒരു കമ്പനിയിൽ നിക്ഷേപമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 10 ലക്ഷം രൂപയാണ് നിക്ഷേപം എന്ന് പറയുന്നു. അത് നിക്ഷേപമാണോ? ഈ കമ്പനിയുടെ ഉടമയാണോ? ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വേണ്ടേ? അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയും കണ്ടിട്ടില്ല. പക്ഷെ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്നത് വീണ തൈക്കണ്ടിയുടെ ഇതിൽ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒരു കമ്പനി തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അത് പേപ്പർ കമ്പനി മാത്രമാണ്. കോഴിക്കോട്ട് ജീവിക്കുന്ന ആരും അങ്ങനെ ഒരു കമ്പനി സജീവമായിട്ട് എവിടെയെങ്കിലും പ്രവർത്തിച്ചായിട്ട് കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത്, ഏറ്റവും അവസാനം ഈ ലേക്കർ ഇന്ത്യ ഒരു ഇതിലേക്ക് വന്ന സമയത്ത് ഒരു റൂമിന് മുകളിൽ ഇങ്ങനെ ഒരു വെള്ളക്കടലാസ് ഒട്ടിച്ച് വെച്ച് കമ്പനി ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്തത്. ഇങ്ങനെ ലേക്കർ ഇന്ത്യ എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് കമ്പനികളുടെ പേര് പറഞ്ഞു തരാം. ഈ കോഴിക്കോട്ടെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ കമ്പനി ഷെയർ ഹോൾഡർമാരായിട്ടുള്ളത്, അവരുടെ സുഹൃത്തുക്കൾ ഒന്നിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള പല കമ്പനികളുണ്ട്. ആ കമ്പനികളുടെ കൂട്ടത്തിൽ വാർത്താരംഗത്ത് പ്രവർത്തിക്കുന്ന, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. അതുപോലെ തന്നെ പാരലൽ കോളേജ് പോലെ നമ്മുടെ വലിയ കേരളത്തിലാകെ വലിയ സ്ഥാപനം നടത്തുന്ന, വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന, കോടികളുടെ ടേൺഓവർ നടത്തുന്ന കമ്പനികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ പരസ്യ കമ്പനി, ഇന്ത്യയിലാകെ വ്യാപിച്ചു നിൽക്കുന്ന വലിയ പരസ്യങ്ങൾ, ഞങ്ങളിലൂടെ മാത്രമേ പരസ്യം ചെയ്യുമെന്ന് പറയുന്നത് അത്രയും ഒരു മൊണോപ്പൊളി സ്വഭാവത്തിലേക്ക് വന്നിട്ടുള്ള പരസ്യ കമ്പനികളുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കമ്പനികൾ ഇവരൊക്കെ ഇങ്ങനെ ഇടചേർന്ന് കിടക്കുന്നതാണ്. ഇവരൊക്കെ ഒന്നിച്ചു നിന്നിട്ടാണ് കോഴിക്കോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തിക്കുന്നവരുടെ നിങ്ങൾ അവരുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അവിടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫ്സ് നോക്കിയാൽ അവിടെയൊക്കെ ഒരു വീണയുടെ സാന്നിധ്യം നമുക്ക് കാണാനും പറ്റും. അതൊക്കെ നമുക്ക് ആർക്ക് പരിശോധിച്ചാലും ചെയ്യാവുന്നതാണ്. മാധ്യമപ്രവർത്തകന്മാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ജോലി അതൊക്കെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അവരാരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് ഞാനിട്ട് കാണുന്നുമില്ല. അത് വേറെ ഒരു പ്രശ്നമാണ്. അതൊക്കെ ഈ പറയുന്ന നെക്സസിൻ്റെ ഒക്കെ ഭാഗമായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. കോഴിക്കോട്ടെ സാധാരണ മനുഷ്യന്മാർക്കൊക്കെ അറിയാവുന്ന ഒരു സത്യമാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോഴിക്കോട് ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, CPMൻ്റെ സ്പെഷ്യൽ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത് കോഴിക്കോടാണ്. ആ കോഴിക്കോട് ഈ സ്പെഷ്യൽ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പാകെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെടുത്തി എത്രയൊക്കെ ദുരൂഹമായിട്ടുള്ള സംഭവങ്ങളാണ് എന്നതൊക്കെ വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. കേരളം പോലെ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, ആലോചിച്ച് നോക്കൂ. ഒരു കമ്പനി, ഇപ്പം ഇന്നലെ മുഹമ്മദ് റിയാസ് പറയുന്നത് ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ടാണ് തുടങ്ങുന്നത് തന്നെ. ഈ വീണ തൈക്കണ്ടിയുടെ കമ്പനിയുടെ എക്സാലോജിക്കിന്റെ അഡ്രസ്സ് പോലും AK സെന്ററാണ്. അവിടുന്ന് പോലും ഇങ്ങോട്ടാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണസ്വാധീനവും മറ്റെല്ലാം വളരെ ആവശ്യം പോലെ വാരി ഉപയോഗിച്ചിട്ടാണ് ഈ ധനസമ്പാദനവും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.